ഗൈസ്, വെൽക്കം ടു ആർ കെ ടോക്സ്. അപ്പോൾ ഇന്നൊരു കണ്ടിന്യൂഷൻ ക്ലാസ് ആണ്. അതായത് നിങ്ങൾക്കെല്ലാം അറിയാം, കാരണം 2024 മുതൽ 24 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അതായത് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ക്ലിയർലി 2024 ക്വസ്റ്റ്യൻ പേപ്പർ കണക്റ്റഡ് ഫാക്ടോട് വെച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് കംപ്ലീറ്റ്ലി പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്, തീം ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്, അതിൽ ഞാൻ സോൾവ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഉദ്ദേശിക്കുന്നത് പറയുന്നത് അടുത്ത 2023, അങ്ങനെ നമ്മൾ 2015 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ സോൾവ് ചെയ്തരും. അതെൻ്റെ വാക്കാണ്. ഞാൻ 2015 മുതൽ 2024 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് ഫാക്ട് വിച്ച് ആർ ദ ക്വസ്റ്റ്യൻസ് ആർ റിപ്പീറ്റഡ്, ഇതെല്ലാം ഞാൻ എൻ്റെ ഈ ക്ലാസ്സിലൂടെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഗ്രിപ്പ് കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ക്ലാസ്സിൻ്റെ ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത്. അതാണ് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്ന ഓവറോൾ ഐഡിയ അതാണ്. ഓക്കെ, ദെൻ ദ മോസ്റ്റ് പ്രോബബിൾ തിങ് ഈസ് ദാറ്റ് നമുക്ക് ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നാൽ പോലും 2023 UPSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിലൂടെ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ സോൾവ് ചെയ്ത് അതിൻ്റെ കണക്റ്റഡ് ഫാക്ട് എല്ലാം ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യണം, അത് നിങ്ങൾ കാണണം. കണ്ട് അങ്ങനെ ഒരു സീരീസ് പോലെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾ നാളെ പോയി പേപ്പർ എടുത്ത് നോക്കേണ്ട കാര്യം വരില്ല. അത്രയും ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, ഐ തിങ്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ദെൻ ഷാൾ വി പ്രൊസീഡ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമ്പോൾ 2024 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്തില്ലേ. ഈ 2024 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തപ്പം നമുക്ക് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. അതായത് ഹൂ ഇസ് ദ പ്രൊവിൻഷ്യൽ പ്രസിഡന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്തപ്പം ആ സമയത്തെ പ്രൊവിൻഷ്യൽ പ്രസിഡന്റ് ആരാ എന്നുള്ള ചോദ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കി, ഈ 2023 അതേ ചോദ്യത്തിലും ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയും ആ ചോദ്യവും വന്നിട്ടുണ്ട്. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ളതാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും അതിനെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ 2023 ചോദിച്ചു, 2024 ചോദിച്ചു. ഈ ഒരു ചോദ്യം വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ആയിരുന്നു. 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ മീ ആസ് കൺസേൺ വൺ ഓഫ് ദി ടഫസ്റ്റ് ആയിരുന്നു. എനിക്ക് നല്ല ടഫായിട്ട് തോന്നിയിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചതായിട്ട് ചില വന്നിട്ടില്ല. ലോജിക്കലി തിങ്ക് ചെയ്യുന്നതൊക്കെ കുറവായിരുന്നു. പക്ഷേ ഈവൻ ഇഫ് നമ്മൾ പിന്നെ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ആ എക്സാം ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം വൺ ഓഫ് ദി ടഫസ്റ്റ് ആയിരുന്നു. സോ ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റഡ് പോർഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ 24 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടും തീം ബേസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ സെലിബ്രേറ്റ് ഓൺ ദ 26th November എവറി ഇയർ. നമുക്കറിയാം 26 നവംബറിൽ എന്ത് ചെയ്യുന്നുണ്ട്, 26 നവംബർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 26 നവംബർ 1949 എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നു. 1950 അഡോപ്റ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. പിന്നെ ജാനുവരി 26 1950 അഡോപ്റ്റ് ചെയ്യുക. 1949 എന്ത് ചെയ്തു, അത് നിലവിലാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു ഫോർ എക്സാമ്പിൾ പ്രിയാമ്പിൾ ഉൾപ്പെടെ അത് ഫോം ചെയ്ത ആ സമയത്താണ്. അപ്പോൾ ഇത് ഒന്നാമത്തത് എന്താണ്, ശരിയാണ്. 2 ഓൺ 26 നവംബർ 1949 ഈ ഡേറ്റ് തെറ്റാണ്. ഓക്കെ, ഇവിടെ ചോദിച്ചതെന്ന് വെച്ചാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി BR അംബേദ്കറുടെ നേതൃത്വത്തിൽ നടത്തിയതാണ്. അത് നമുക്കെല്ലാം അറിയാം. 1946 നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന December 6 എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. അതേ വർഷം 1946 December 9 എന്ത് ചെയ്യുന്നു, എൻഫോഴ്സ് ചെയ്യപ്പെട്ട് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യുന്ന 1946 December 9 അതിനുശേഷം അറൌണ്ട് 1947 August 29 ഡേറ്റ് നിങ്ങൾ ആലോചിക്കണം. 1947 August 29 എന്ത് ചെയ്തത്, ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ത് ചെയ്യുന്നത്, BR അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അവിടെ ഫോം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 1947 August 29 ഫോം ചെയ്യുന്നു. അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഹൂം, അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് BR അംബേദ്കർ. അത് കഴിഞ്ഞ് 1946 അറൌണ്ട് 1946 എന്ത് ചെയ്തു, അതേ വർഷം തന്നെ ഒരു December 13 എന്ത് ചെയ്തു, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആര് പാസ്സാക്കുകയാണ്, ഈ പറഞ്ഞ ഫോർ എക്സാമ്പിൾ ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, പ്രിയാമ്പിൾ കാണുന്ന സോഷ്യലിസ്റ്റ് സെക്യുലർ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻസ് ഒക്കെ പാസ് ചെയ്തിട്ടുണ്ട്. 1946 ആ ഇയർ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ഈവൻ ഇഫ് ആ ഒരു ഇയർ നമുക്കൊന്ന് കൺഫേം ചെയ്യാം. 1946 തോന്നുന്നു ആ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വരുന്നത്. അതെ, 1946 ആണ്. 1946 December 13 എന്ത് ചെയ്തു, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വരുന്നു. 1946 December 13 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ജവഹർലാൽ നെഹ്റു പാസ്സാക്കുകയും 1947 അറൌണ്ട് January 22 നോട്ട് ഡിസംബർ, January 22 എന്ത് ചെയ്തു, അത് പാസ്സാക്കുകയും ചെയ്തു. അത് എൻഫോഴ്സ് ചെയ്യപ്പെടുന്നു. ഈ ഒരു ഐഡിയ മനസ്സിലായല്ലോ. ഈ ക്വസ്റ്റൻ ബേസിക്കലി നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ, അപ്പം 2 ക്വസ്റ്റൻ നമുക്ക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളത് മനസ്സിലാക്കണം. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർലി പഠിക്കണം. ലീവിയയിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന ടോപ്പിക് എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലിയർലി പഠിച്ചിരിക്കണം. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് ഓഫ് പ്രോബിലിറ്റി കൂടുതലാണ്. അപ്പം ഓക്കെ, ഈ ചോദ്യം ഓക്കെയാണ്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റൻസ് ബന്ധപ്പെട്ടാണോ, ഞാൻ പറഞ്ഞ ആൻസർ ബന്ധപ്പെട്ടാണോ കാര്യങ്ങൾ, എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക.
ഓക്കെ, then we move to next question. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് ലിറ്ററലി ഈ ക്വസ്റ്റ്യൻ കുറച്ച് പാടാണ്, കാരണം ഇത് കാര്യം അറിയാമെങ്കിൽ. പക്ഷെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. കാരണം ഒന്നാമത്തെ നമുക്ക് വായിക്കുമ്പം ഓക്കെ, ഹോം ഗാർഡ്സ് ആർ റേസ്ഡ് അണ്ടർ ദി ഹോം ഗാർഡ്സ് ആക്ട് ആൻഡ് റൂൾസ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെയാണ്, നമുക്ക് നോക്കാം. രണ്ടാമത് നോക്കിയാൽ ദ റോൾ ഓഫ് ദി ഹോം ഗാർഡ്സ് ഈസ് ടു സെർവ് ആസ് ദ ഓക്സിലറി ഫോഴ്സ് ദ പോലീസ് ഇൻ മെയിൻ്റെനൻസ് ഓഫ് ഇന്റേണൽസ്. അതായത് എന്താണ്, പോലീസും ആംഡ് ഫോഴ്സസും ഒരു സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം നടക്കും, ആംഡ് റബലിയൻ നടക്കുന്നു, ഇന്റേണൽ ഡിസ്റ്റർബൻസ് നടക്കും, ആ ഒരു സ്ഥലത്ത് സ്പെസിഫിക് ആയിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്ക് അതിനെ എന്ത് ചെയ്യുക, ആ സ്ഥലത്ത് ഒരു കാം അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള അവരുടെ ജോലിയാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു, അവരുടെ ജോലി ചെയ്യുന്നതിലൂടെ ഒരു എക്സ്ട്രാ പവർ എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, ഒരു വോളണ്ടറി ആയിട്ടുള്ള ഒരു ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് ഈ ഹോം ഗാർഡ്സ്. വോളണ്ടറി ആയിട്ട് ഒരു ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഹോം ഗാർഡ്സ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിക്കുമ്പം റോൾ ഓഫ് ദി ഹോം ഗാർഡ്സ് ഈസ് സെർവ് ആസ് ഒരു ഓക്സിലറി ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, വായിക്കുമ്പോൾ ലോജിക്കലി മനസ്സിലായി കാണും. ദെൻ ടു പ്രിവെന്റ് ദി ഇൻഫിൽട്രേഷൻ ഓഫ് ഇന്റർനാഷണൽ ബോർഡേഴ്സ് കോസ്റ്റൽ ഏരിയാസ് ഹോം ഗാർഡ്സ് ബറ്റാലിയൻസ് ഹാവ് ബീൻ സെറ്റപ്പ്. ചില സ്റ്റേറ്റുകളിൽ എന്ത് ചെയ്തു, ഫോർ എക്സാമ്പിൾ നമ്മൾ ചില സ്റ്റേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ചില ഹോം ഗാർഡ്സ് വോളണ്ടറി ആയിട്ട് ചില ബറ്റാലിയൻസ് ഒക്കെ ഹോം ഗാർഡ്സിനൊക്കെ അവർ സെറ്റ് ചെയ്യാറുണ്ട്. കാരണം ഫോർ എക്സാമ്പിൾ പരിപാടി നടക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു, ചില ഹോം ഗാർഡ്സ് അവർക്ക് അവരുടേതായ സുരക്ഷിതമെന്ന രീതിയിൽ അവർ എന്ത് ചെയ്യുക, ഹോം ഗാർഡ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ വേറെ സ്റ്റേറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യ കഴിഞ്ഞ് വേറെ കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ റഷ്യയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വെളിയിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ വെളിയിൽ നിന്ന് കുറേ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് വന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ ആർമഡ് ഫോഴ്സസിൽ കയറ്റുന്നുണ്ട്. കാരണം അവർക്ക് മരണപ്പെട്ടാൽ അങ്ങനെ, കാരണം അവർ സ്പെസിഫിക് ആയിട്ട് അതിന് ട്രെയിൻഡ് അല്ല. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. കേരളത്തിൽ നിന്ന് കുറേ ആൾക്കാരെ കൊണ്ടുപോയ ഇഷ്യൂസൊക്കെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഫിൽട്രേഷനിൽ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഹോം ഗാർഡ്സ് ആർ റേസ്ഡ് അണ്ടർ ദി ഹോം ഗാർഡ്സ് ആക്ട് ആൻഡ് റൂൾസ് ഓഫ്. ഇതാണ് പ്രശ്നം. ഹോം ഗാർഡ്സിനെ റിക്രൂട്ട് ചെയ്ത് വിടുന്നത് സ്റ്റേറ്റ് ആണ്. ഹോം ഗാർഡ്സ് എവിടെ വരുന്നതാണ്, സ്റ്റേറ്റ് റൂൾസിൽ വരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഹോം ഗാർഡ്സ് എവിടെയാണ് വരുന്നത്, ഹോം ഗാർഡ്സ് റേസ്ഡ് അണ്ടർ ദി സ്റ്റേറ്റ്സ് ആൻഡ് യൂട്ടീസ്. അതായത് സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറീസ് ആണ് എന്ത് ചെയ്യുന്നത്, അവരുടെ റൂൾസ് അനുസരിച്ചാണ് ഇപ്പോൾ ഹോം ഗാർഡ്സിനെ എന്ത് ചെയ്യുന്നത്, അവർ ക്ലിയർലി മനസ്സിലാക്കാം. ഹോം ഗാർഡ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്, അവരുടെ റേസ് ചെയ്യുന്ന ആരാണ്, അതായത് സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറീസ് ആണ്, അല്ലാതെ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഗവൺമെന്റ് ഒരു ജോലിയില്ല. ഇതറിയാമെങ്കിൽ ഈ ചോദ്യം നമുക്ക് ചെയ്യാന്നുള്ളേ ഉള്ളൂ. സ്പെസിഫിക് നോക്കിയ ചോദ്യം കുറച്ച് പാടാണ്, ഈവൻ ഇഫ് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാന്നുള്ളേ ഉള്ളൂ. ഓക്കെ, ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്. ഇനി ഈ ചോദ്യവും കുറച്ച് പാടാണ്. ഞാൻ പറയും, ഇതിലെ പല ചോദ്യങ്ങളും ലോജിക്ക് ചിന്തിച്ച് ചെയ്യാന്നുള്ള കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നു. ബട്ട് ഈവൻ ഇഫ് ഡിഫിക്കൽട്ട് ആണെങ്കിൽ പോലും യു വോണ്ട് ലൂസ്. നിങ്ങൾ ഒരിക്കലും ഒരു ദിവസം ഡിഫിക്കൽട്ടാണ് ചെയ്യാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾക്ക് പറ്റുന്ന രീതി കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു മോട്ടിവേഷൻ വേണം. അതായത് എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ഇത്രയും പഠിക്കാവുന്നല്ല ചിന്തിക്കാവുള്ള. അതാ ദിവസം ഡിവൈഡ് ചെയ്ത് ഇത്ര കാര്യങ്ങളെ പഠിക്കാവുള്ളൂ, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുക, ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഞാൻ മുമ്പ് എൻ്റെ വീഡിയോസിൽ പറഞ്ഞ ഒറ്റ വാക്കാണ്, ട്രസ്റ്റ് ദ പ്രോസസ്. ഡോണ്ട് തിങ്ക് ദാറ്റ് യു വിൽ ഗെറ്റ് അത്ര റാങ്ക്, എനിക്ക് അങ്ങനെ ക്രാക്ക്, അങ്ങനെയല്ല. ആ പ്രോസസ് ട്രസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുക. വൺ ഡേ യു വിൽ റൈറ്റ് ദ എക്സാം ആൻഡ് യു ഗോണ ക്രാക്ക്, അത്രേ ഉള്ളൂ. Consider the following statements in respect to national flag of India according to the national flag code. നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, വൺ ഓഫ് ദി സ്റ്റാൻഡേർഡ് സൈസ്. സ്റ്റാൻഡേർഡ് സൈസ് ഇതല്ല, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് സൈസ് എന്ന് വെച്ചാൽ 6300, 4200, 6000. ഇത് നോക്കുക, ഇതാണ് സ്റ്റാൻഡേർഡ് സൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ വരുന്നില്ല, അപ്പോൾ ഇത് തെറ്റാണ് ഓൾറെഡി. ഈ റേഷ്യോ ഓഫ് ദി ലെങ്ത് ഓഫ് ദി ഹൈറ്റ് 3:2 ആണ്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് 2 ഈസ് കറക്റ്റ്, ഡി വരും. ഈ റേഷ്യോ ചിലപ്പം റേഷ്യോ ഓഫ് ലെങ്ത് ഈസ് ടു ഹൈറ്റ് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന രീതിയിൽ മാറ്റി തിരിച്ചുമൊക്കെ ചോദിക്കാം. ഈ ചോദ്യം കുറവാണ്. പക്ഷേ PSC എക്സാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, PSC കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ UPSC അടിച്ചു മാറ്റും. UPSC അടിച്ചു മാറ്റാറില്ലെന്നാണ് എൻ്റെ പൊതുവെയുള്ള എൻ്റെ അഭിപ്രായം. SSC കുറേ ചോദ്യങ്ങളൊക്കെ UPSC അടിച്ചു മാറ്റും. ഇവരിങ്ങനെ ഒരു ഡ്രോ ആയിട്ട് അങ്ങ് അടിച്ചു മാറ്റും. PSC ഇപ്പോൾ കുറേ അങ്ങ് UPSC ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ UPSC 2000 മുതൽ ഒരു 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് അതിന് കുറേ ചോദ്യങ്ങൾ ഡയറക്റ്റ്ലി അവരും കൊണ്ട് ചോദിക്കുന്നുണ്ട്. ഈ ഫ്ലാഗ് കോഡും സൈസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, VIP ഫ്ലാഗ് കോഡ് എന്ന് പറഞ്ഞാൽ ഈ PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലായി, PSC പഠിക്കുന്നവർക്ക് ആ UPSC ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമില്ല എന്നുള്ളതല്ല. ഇക്കാലത്ത് പണ്ട് വേണ്ടായിരുന്നു. പണ്ട് ഇപ്പോൾ പേന എടുത്ത് ഇങ്ങനെ ഇട്ട് അവിടെ കുത്തുമ്പോൾ അതങ്ങ് നമുക്ക് എഴുതിയാൽ മതി. പക്ഷേ ഇപ്പോൾ ഫാക്ച്വൽ ഡേറ്റാസ് ഒന്നുമല്ല, കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എലിമിനേഷൻ ലോജിക്ക് വർക്ക് ചെയ്യും ഈവൻ ഇഫ് യു നോ ദ കോണ്ടന്റ്, അറിയാമെങ്കിൽ മാത്രം. ഏതൊരു സബ്ജക്റ്റും അതിൻ്റെ കോണ്ടന്റും കാര്യങ്ങളും അറിയാമെങ്കിൽ ലോജിക്കും എലിമിനേഷൻ നടക്കുകയുള്ളൂ. അല്ല അവിടെ ചെന്ന് ഞാൻ ലോജിക്കും എലിമിനേഷൻ പഠിച്ചിട്ട് അവിടെ പോയിരുന്ന് നടക്കില്ല. അത്യാവശ്യം വിവരവും കാര്യവും ആ നോളജ്, ആ സംഭവം എന്താണോ അതിനെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ക്ലിയർലി മനസ്സിലാക്കുക. അല്ല ഒരിക്കലും നിങ്ങൾ വിചാരിക്കില്ല എനിക്ക് കുറേ ലോജിക്ക് അറിയാം, എനിക്ക് കുറേ ഇതറിയാമെങ്കിൽ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. നിങ്ങൾ ലോജിക്ക് ഉണ്ട്, പക്ഷേ പ്രോപ്പറായിട്ട് നോളജും കോണ്ടന്റും, ആ നോളജും കോണ്ടന്റോട് കൂടിയ ലോജിക്ക് അപ്ലൈ ചെയ്യുക. അവിടെയാണ് ശരിക്കും ഒരു ആസ്പിറന്റ് പഠിച്ചു എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റൻ സോൾവ് ചെയ്യുന്നത് തോന്നുന്നു. വിൽ ഡു ദ നെക്സ്റ്റ് ക്വസ്റ്റൻ. ഇനി ഈ ക്വസ്റ്റൻ എന്ന് പറയുമ്പോഴത്തേക്കും കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ റെസ്പെക്ട് ടു ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്. പ്രസിഡന്റ് ഇലക്ഷനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്.
പ്രസിഡന്റ് ഇലക്ഷൻ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം എലക്ഷൻ ഓഫ് പ്രസിഡന്റ് എങ്ങനെയാണ് എലക്ട് ചെയ്യുന്നതെന്നുള്ളൊരു ബ്രീഫ് ഐഡിയ ഞാൻ തരാം. അതായത് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത് ഒരു ഇലക്ട്രൽ കോളേജ് ആണെന്ന് അറിയാം നിങ്ങൾക്ക് അല്ലേ, ഒരു ഇലക്ട്രൽ കോളേജ്. എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ മാക്സിമം പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റും ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക ചെയ്യുക. കാരണം എന്ത് ചെയ്യാണ്, ഞാൻ പ്രോപ്പർ കോണ്ടന്റ് ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു സൈഡിൽ പോകും, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാര്യങ്ങൾ ഒരു സൈഡിൽ ചെയ്യും. ഓക്കെ, ഇനി ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, അതായത് ഇലക്റ്റഡ് മെമ്പേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ വി ക്യാൻ സേ ദാറ്റ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലോകസഭ, രാജ്യസഭ ഇൻക്ലൂഡിങ് ഡൽഹി ആൻഡ് പുതുച്ചേരി. ഇപ്പോൾ ഈ വാക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊക്കെയാണ് പറഞ്ഞതിനകത്ത്, ഇലക്റ്റഡ്, പിന്നെയും പറയുന്നു ഇലക്റ്റഡ് നോമിനേറ്റ് അതില്ല, ഇലക്റ്റഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, ലോകസഭ, രാജ്യസഭ, ഡൽഹി, പുതുച്ചേരി പോലെ ഇലക്റ്റഡ് മെമ്പേഴ്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രസന്റ് ഇലക്ഷനിൽ ഇലക്ട്രൽ കോളേജിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. നോമിനി മെമ്പേഴ്സ് ഇല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. ഇനി നമുക്ക് ക്വസ്റ്റനിലേക്ക് പോകാം. പിന്നെ ആർട്ടിക്കിൾസ് ഉണ്ട് 54, 55 എന്ന രീതി. പിന്നെ 61 ഇംപീച്ച്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന, പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നത് ആർട്ടിക്കിൾ 61 ഉപയോഗിച്ചാണ്. പിന്നെ പ്രസിഡന്റിന് എന്ത് ചെയ്യുക, പ്രസിഡന്റിന് ഇൻ കേസ് വെക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വൈസ് പ്രസിഡന്റിന് എന്ത് ചെയ്യാം, റെസിഗ്നേഷൻ ലെറ്റർ പ്രസിഡന്റിന് കൊടുക്കാം. റെസിഗ്നേഷൻ ലെറ്റർ വൈസ് പ്രസിഡന്റിന് കൊടുക്കും. ഇനി വൈസ് പ്രസിഡന്റ് ഈസ് ബൗണ്ട് ടു അക്സെപ്റ്റ് റെസിഗ്നേഷൻ, അല്ലെ പോകണ്ട എന്ന് പറയാൻ പറ്റില്ല, ബൗണ്ട് എന്ത് ചെയ്യുക. ഇനി അന്ന് തന്നെ വെക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അടുത്തൊരാൾ തിരഞ്ഞെടുക്കണം, 6 months തിരഞ്ഞെടുക്കുന്ന സമയം വരെ എന്ത് ചെയ്യണം, അവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുക ചെയ്യണം. പിന്നെ നമുക്കറിയാം പ്രസിഡന്റ് ആവണേ അറൗണ്ട് എങ്ങനെയാണെന്നുള്ള ഇംപീച്ച്മെന്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. 61 എന്ത് ഇംപീച്ച്മെന്റ് ചെയ്യുന്നു. ഈ കുറച്ച് ഐഡിയാസ് മനസ്സിലായി, ബാക്കി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. The members of nominated to either house of the parliament or the legislative assemblies of states are also eligible. നമ്മൾ പഠിച്ചു എന്താണ് നോമിനേറ്റ് മെമ്പേഴ്സ് ഉണ്ടാ, ഈ വാക്ക് കാണുമ്പോഴേ മനസ്സിലായി ഇല്ല, അപ്പൊ എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം, ഈ സംഭവം ഇല്ല, അത് തെറ്റാണ്. ഇവിടെ മറ്റേ ലോജിക്ക് നടക്കൂല, 1, 2 only 1 ഒക്കെയാണ്. ഹയർ ദ നമ്പർ ഓഫ് ഇലക്ടഡ് അസംബ്ലി സീറ്റ്സ്, ഹയർ ദ വാല്യൂ ഓഫ് വോട്ട് ഇൻ ഈച്ച് എം എൽ എ, ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. ഇതാണ് ഇതിൽ ശരിയായിട്ടുള്ള ചോദ്യം. അപ്പൊ only 1 ആണ്. ഇത് എന്തുകൊണ്ട് തെറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഞാൻ ഇവിടെ ചാർട്ട് കൊടുത്തിട്ടുണ്ട്, വാല്യൂ വോട്ട് ഓഫ് ഈച്ച് എം എൽ, അതായത് പുതുച്ചേരി നിങ്ങൾ എടുക്കുക, നമ്മളിതിലെ പുതുച്ചേരി ആന്ധ്രാപ്രദേശ് 175 ആണെങ്കിൽ ഇവിടെ എത്ര വരുന്നുണ്ട്, ഈച്ച് വോട്ട് ഷെയർ എത്ര, 159 ആണ് വരുന്നത്. വെസ്റ്റ് ബംഗാളിൽ 294 ആണ്, ഇവിടെ 151. കാരണം എന്താണ്, അതാണ് പറഞ്ഞത്. അതായത് ഓരോ സ്റ്റേറ്റ് നിങ്ങൾ എടുത്ത് നോക്കുക, ഓരോരോ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് അല്ലെ, ഓരോ സ്റ്റേറ്റ്സ് നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് നോക്കിയാലും അത് ഫോർ എക്സാമ്പിൾ പുതുച്ചേരി താഴെപ്പോണ്ട്. പുതുച്ചേരിയിൽ ഏകദേശം 47,177 ആണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഏകദേശം പോപ്പുലേഷൻ വരുന്നത്. അതിന്റെ വാല്യൂ വോട്ട് എത്ര വരും, 16 വരും. ഇനി ക്വസ്റ്റ്യൻ അനുസരിച്ച് പുതുച്ചേരി ഹയർ ദാൻ അരുണാചൽ പ്രദേശ് ആണ്. ഇനി നിങ്ങൾ അരുണാചൽ പ്രദേശ് നോക്കി നോക്കുക, അരുണാചൽ പ്രദേശ് നമ്മൾ ഇതിൽ നോക്കണം. അരുണാചൽ പ്രദേശ് ഇതിൽ നിന്ന് നിങ്ങൾ നോക്കുക, എനിക്കിതിൽ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇവൻ ഇഫ് അരുണാചൽ പ്രദേശ് ഉണ്ട്, ഈ അരുണാചൽ പ്രദേശ് ആകുമ്പോൾ 60 ആണ് വരുന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്, 46,008. നോക്കിയോ, അവിടെ 15, അവിടെ 16ഉം ഇവിടെ 5ഉം ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, പുതുച്ചേരിയിലെ വോട്ട് എന്താണ് കൂടുതലാണ് വെൻ കമ്പയർ ടു ദ അരുണാചൽ പ്രദേശ്. അപ്പോൾ ഈ ചാർട്ട് അറിയാമെങ്കിലേ കളി നടക്കും അവിടെ, അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് ലോജിക്കാണ്. ഇതിപ്പോൾ എനിക്ക് അറിയാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഈ ചോദ്യമൊക്കെ എക്സാം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് അറിയത്തില്ല. ഫോർ എക്സാമ്പിൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, MLA, അതായത് പുതുച്ചേരിയിലെ ഒരു MLAയുടെ വോട്ട് വളരെ കൂടുതലായിരിക്കും കമ്പയർഡ് ടു അരുണാചൽ പ്രദേശ്. അതാണ് കാരണം. അത് ഡിഫറൻഷ്യേറ്റുള്ള കാരണം നമുക്കിവിടെ നോക്കാം. ഡിഫറൻഷ്യേറ്റുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, അതായത് ഫോർ എക്സാമ്പിൾ MP ഇല്ലേ, MP-യുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത്, MP-യുടെ വോട്ട് ഷെയർ ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് ഡിഫർ ചെയ്യും. MP-യുടെ വോട്ട് ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് ഡിഫർ ചെയ്യും. പക്ഷെ നിങ്ങളൊരു MLA-യുടെ വോട്ട്, ഓരോ സ്റ്റേറ്റ് MLA-യുടെ വോട്ട് എന്തായിരിക്കും, ഏകദേശം സെയിം ആണ്. MLA-യുടെ വോട്ട് സ്റ്റേറ്റിന് എടുത്താൽ സെയിം. ഈ 2 പോയിന്റ്സ് മനസ്സിലാക്കുക. MLA-യുടെ വോട്ട്സ് ഏകദേശം ഷെയർ ചെയ്താൽ സെയിം ആയിരിക്കും, MP-യുടെ വോട്ട് ഏകദേശം ഷെയർ ചെയ്താൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് വെച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്. ദെൻ വിൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ ആൻസർ only 1 വരും. അടുത്തത്, അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ദ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദ സ്റ്റേറ്റ്സ് ഇല്ലേ. അതായത് ഏതെങ്കിലും രീതിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഏതെങ്കിലും രീതിയിൽ എന്ത് ചെയ്യുന്നു, ഇന്റേണൽ ഡിസ്റ്റർബൻസസോ ആംഡ് റെബലിയനോ ഉണ്ടായി സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ആർട്ടിക്കിൾ 355 അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിന്റെ ബാധ്യത, റെസ്പോൺസിബിലിറ്റി ആണ്. ഇത് നിങ്ങൾ പഠിക്കുന്ന ഫോർ എക്സാമ്പിൾ എമർജൻസി പ്രൊവിഷൻസ് പഠിക്കും. 352, 355 ഉണ്ട്, 350 3 ഉള്ളൂ. 352, 56, 360 എമർജൻസി പ്രൊവിഷൻ. 355 എന്ന് വെച്ചാൽ അതിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതെന്താണ്, ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് ടു പ്രൊട്ടക്ട് ദ സ്റ്റേറ്റ്സ് ഫ്രം എനി ടൈപ്പ് ഓഫ് ഇന്റേണൽ ഡിസ്റ്റർബൻസസ് എന്നുള്ളത് വരും. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇത് ശരിയാണ്. ഓക്കെ, ഇനി രണ്ടാമത് നോക്കാം. രണ്ടാമത്തത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എക്സംപ്റ്റ് സ്റ്റേറ്റ്സ് ഫ്രം പ്രൊവൈഡിങ് ലീഗൽ കൗൺസിൽ ടു എ പേഴ്സൺ. അതാ ശരിയാണ്.
ഇത് ശരിയല്ല നമുക്ക് തോന്നണമെങ്കിൽ അണ്ടർ ആർട്ടിക്കിൾ 22 എടുത്ത് നോക്കണം. 22 ക്ലോസ് 1 പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്? റൈറ്റ് ഓഫ് എ പേഴ്സൺ, ഫണ്ടമെന്റൽ റൈറ്റ് ആണ് റൈറ്റ് ഓഫ് എ പേഴ്സൺ ടു ഹാവ് എ ലീഗൽ കൗൺസിൽ, അഡ്വക്കേറ്റിന് ആവശ്യമുണ്ട്. പക്ഷേ ഇത് നിഷേധിക്കപ്പെടുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റീവ് ഡിറ്റൻഷനിലാണ്. ഒരു പേഴ്സൺ പ്രിവെന്റീവ് ഡിറ്റൻഷനിലാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് പറ്റുന്നു? ലീഗൽ കൗൺസിലിനെ പാടില്ല. ലീഗൽ കൗൺസിൽ നിഷേധിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? കഴിയും. അത് കോൺസ്റ്റിറ്റ്യൂഷൻ എക്സംപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിയാണ്. ഒന്നാമത് ശരി, രണ്ടാമത് ശരി. ഇനി അക്കോർഡിംഗ് പോട്ട അതായത് പോട്ട പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് ഉണ്ട്, പോട്ട ആൻഡ് ടാഡ ടെററിസം ആൻഡ് ഡിസ്ട്രപ്റ്റീവ് ആക്ട് ഉണ്ട്. ഈ പോട്ടയിലും ടാഡയിലും പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും അക്യൂസ്ഡ്, ഇപ്പം ഞാനാണെങ്കിൽ അതിൻ്റെ അതിൽ അക്യൂസ്ഡ് ആണ് എങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ ആ സമയത്ത് പോലീസുകാരുടെ മുമ്പിൽ ഞാൻ കൺഫേസ് ചെയ്യാൻ ഇന്ന കുറ്റം ചെയ്തിട്ടുണ്ട്. ഈ കൺഫേസ് ചെയ്യുന്നത് എന്താണ്? അഡ്മിസിബിൾ ആണ്. അക്കോർഡിംഗ് ടു പ്രിവെൻഷൻ ഓഫ് ആക്ട് കൺഫെഷൻ ഓഫ് അക്യൂസ് ബിഫോർ ദ പോലീസ് കൻ നോട്ട് ബി യൂസ്ഡ് അല്ല ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ ഇത് തെറ്റാണ്. 1 and 2 ആണ്, ഓൺലി 2 ആണ് ആൻസർ. അതായത് പോട്ടയിലും ടാഡയിലും രണ്ടും പ്രിവെൻഷൻ ടെററിസം ആക്ട് ആണ്. ഇത് രണ്ടിലും എന്ത് ചെയ്യുന്നുണ്ട്? അക്യൂസ്ഡ് കൺഫേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ കൺഫേസ് ചെയ്ത് കഴിഞ്ഞ ഒരു അക്യൂസ്ഡിനെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവർ എവിഡൻസ് ആയിട്ട് അത് എടുക്കാം. പക്ഷേ എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റാത്ത ആർക്കാണ്? പോലീസ് അതോറിറ്റിയുടെ മുമ്പിൽ ഒരാൾ പോയി ഫിറ്റ്നസ് ചെയ്ത് ഇപ്പം ഞാൻ കേസിനെ ചെയ്തു സാർ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്നാൽ അവർക്ക് അഡ്മിസിബിൾ ചെയ്യാൻ പറ്റില്ല. കോടതി എന്ത് ചെയ്യണം? എവിഡൻസ് വേണം. ഇത് പറ്റും. അതാണ് വ്യത്യാസം. അത് വ്യത്യാസം മനസ്സിലായല്ലോ. കൗൺസിലിൻ്റെ കാര്യം കൃത്യമായി മനസ്സിലായി. ലീഗൽ കൗൺസിൽ പ്രിവെന്റീവ് ഡിറ്റൻഷൻ കേസിൽ എന്ത് വരും? പ്രിവെന്റീവ് ലീഗൽ കൗൺസിലിന് ഇല്ലാതിരിക്കാം, ഹെൽഡ് ചെയ്യാതിരിക്കാം എന്നുള്ള നിയമമുണ്ട്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇനി ഈ ചോദ്യം നമ്മൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ പ്രൊവിഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഫണ്ടമെന്റൽ റൈറ്റ്സിലെ പാർട്ട് 1 ചെയ്തപ്പോഴത്തെ അതിനകത്ത് കൃത്യമായിട്ട് എന്താണ് പ്രൊവിഷൻസ്, റിസർവേഷൻ്റെ കൃത്യമായ കേസ് ഉൾപ്പെടെ കൃത്യമായ ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ദയവായി ക്ലാസ് കാണുക, കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചോദ്യത്തിലൂടെ വരാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ്സും കാര്യങ്ങളും ഞാൻ ഈ ബട്ടണിൽ കൊടുത്തേക്കും, കൃത്യമായിട്ട് ക്ലാസ് കാണുക. The Supreme Court of India has held in some judgments that reservation of Article 16(4) would be limited by 355. അതായത് 350, അതായത് ഏതെങ്കിലും, അതായത് രണ്ട് ജഡ്ജ്മെന്റ് ഉണ്ട്. ഇന്ദിരാ സാനി ജഡ്ജ്മെന്റ് 1993 പിന്നെ നാഗരാജ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ രണ്ട് കേസും സുപ്രീം കോർട്ട് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് റിസർവേഷൻ കൊടുക്കുന്നതിന് കൊടുക്കാം. ദർ ഇസ് നോ പ്രോബ്ലം ഇൻ ദാറ്റ്. ബട്ട് എന്ത് ചെയ്യണം? അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു കമ്മ്യൂണിറ്റി എഫിഷ്യൻസി എന്ത് ചെയ്യണം? ആവശ്യം ഉണ്ടായിരിക്കും. എഫിഷ്യൻസി ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദി അഡ്മിനിസ്ട്രേഷന് വേണ്ടി ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലാതെ ചെയ്യില്ല. ഇന്ദിരാസാനി ജഡ്ജ്മെന്റ് ആണ് 50% സീലിംഗ് ഒക്കെ നമ്മൾ അതിൽ കൃത്യമായി പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് നിങ്ങൾ ദയവേത് കാണുക, കണ്ടിട്ട് കൃത്യമായിട്ട് പഠിച്ച് കയറി കാര്യങ്ങൾ പോവാം. ഈ റിസർവേഷനിൽ 335 വരുന്നത്. അപ്പോൾ ഇത് ശരിയാണ്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ടേം ഡിഫൈൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. ലോജിക്ക് ചിന്തിച്ചു നോക്ക്. 335 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻ ചെയ്യുന്നില്ല എന്താണ് എഫിഷ്യൻസി എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്യുന്നില്ല. പക്ഷെ 335 പറയുന്നത് എത്രയാണ്? എന്ത് ചെയ്യണം? റിസർവേഷൻ ചെയ്യുന്നത് ചെയ്യാം, മെയിൻ്റെനൻസ് ഓഫ് എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷന് വേണ്ടി എന്ന് മാത്രം പറഞ്ഞ് ഡിഫൈൻ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, ആൻസർ സി. ഓക്കെ, ആ റിസർവേഷൻ കാര്യം കൃത്യമായി നോക്കി പഠിക്കുക. അതായത് ആർട്ടിക്കിൾ 16 വരും എംപ്ലോയ്മെന്റിനെ ബന്ധപ്പെട്ട്, ഇക്വാളിറ്റിയിൽ റൈറ്റ് ടു ഇക്വാളിറ്റി അണ്ടറിലാണ് 14 മുതൽ അറൌണ്ട് 18 വരെ വരും. അത് കൃത്യമായിരിക്കും. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് വരെ. In India, which of the following constitutional amendments was widely believed to be enacted to overcome the judicial interpretations of fundamental rights? Judicial interpretation ഏതാണ്? ഫസ്റ്റ് അമെൻമെന്റ് ആക്ട് ആണ്. ഈ പറഞ്ഞ ഫസ്റ്റ് അമെൻമെന്റ് ആക്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷന് പകരം എന്ത് ചെയ്യുന്നത്? ഇത് കൊണ്ടുവരുന്നത്. ഈ ഫസ്റ്റ് അമെൻമെന്റ് ആക്ട് വരുന്ന 1951 ഈ ചോദ്യത്തിന് പ്രത്യേകത ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ 2000 ഐ തിങ്ക് ഐ ഹാവ് ജസ്റ്റ് റൈറ്റ് ഇറ്റ് സംവെയർ, ഒന്ന് നോക്കണം. ഞാൻ പറയും ഈ പറഞ്ഞ ഇത് ഫസ്റ്റ് അമെൻമെന്റ് ആക്ട് ഏകദേശം യെസ്. ഫോർ എക്സാമ്പിൾ 2019 2019 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആരെന്നാണ് ചോദിച്ചത്? ജവഹർലാൽ നെഹ്റു. ഇവിടെ എന്താണ് ചോദിച്ചത്? 2019 2023 ചോദ്യം എന്താണ്? ഏതാണ് ഫസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ എന്ന രീതിയിൽ കൊണ്ടുവന്നതെന്നുള്ളതാണ്. അത് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ആണ്. ഒന്നാമതായും ഈ ക്വസ്റ്റ്യൻ കമ്മീഷൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അത് എന്തെങ്കിലും വാക്കിന്റെ കാര്യം. പക്ഷേ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ആണ്. എന്താണ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ആ സമയത്ത് ഗവൺമെന്റ് രൂപീകരിച്ചുള്ളൂ 1946. അത് കഴിഞ്ഞ് 1951 ആയപ്പോഴത്തേക്ക് പല നിയമങ്ങളും കോൺസ്റ്റിറ്റ്യൂഷൻ ലോസും കാര്യങ്ങളൊക്കെ അവർ ഇറക്കിയതും പ്രൊവിഷൻസ് കോൺട്രഡിക്റ്റ് എന്ന് പറഞ്ഞ കോടതി അതൊക്കെ തള്ളിക്കളയാൻ തുടങ്ങി. അപ്പോൾ അവർ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ജുഡീഷ്യൽ റിവ്യൂവിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അത് കൊണ്ടുവന്നു. ഫോർ എക്സാമ്പിൾ ഇൻ ഓർഡർ ടു ഗെയിൻ ദ സ്റ്റേറ്റ്സ് പ്രോപ്പർട്ടി റൈറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അവർ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് 31C 31 അണ്ടർ ആർട്ടിക്കിൾ 3 ആർട്ടിക്കിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 31C 31AB എന്ന് പറഞ്ഞുകൊണ്ട് 31C പറയുന്നത് വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് DPSP ഫണ്ടമെന്റൽ റൈറ്റ്സോട് കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യുന്നു? DPSP തന്നെയാണ് വലുത്. വെൻ കോൺഫ്ലിക്ട് വിത്ത് 14 and 19 14-19 ആയിട്ട് ഏതെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിന് ഇതിന് ക്ലാസ് ക്ലിയർലി എടുത്തു തരുന്നതാണ്. കാരണം ഇപ്പം ടൈം ലിമിറ്റാണ്, ഞാൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഐഡിയ മാത്രമേ തരുന്നുള്ളൂ. ഇതിൻ്റെ ക്ലാസ്സൊക്കെ വൈഡ്ലി നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസ് കോണ്ടന്റ് ക്ലാസ് കൃത്യമായിട്ട് എടുത്തുതരാം. അപ്പം നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. പിന്നെ 42nd അമെൻമെന്റ് ആക്ട്
ഈ പറഞ്ഞ 42nd അമെൻമെന്റ് ആക്ട് ഏതൊക്കെ രീതിയിലാണ് അമെൻഡ് ചെയ്യുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. 42nd അമെൻമെന്റ് ആക്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രിയാമ്പിളിൽ സോഷ്യലിസ്റ്റ് സെക്യുലാർ ഇന്റഗ്രിറ്റി ഈ 3 വാക്കുകൾ ആഡ് ചെയ്ത്. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ് സെക്യുലാർ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞ 3 വാക്ക് ആഡ് ചെയ്ത്. 2 42nd അമെൻമെന്റ് ആക്ട് ഉപയോഗിച്ച് ലിസ്റ്റ് ഉണ്ടല്ലോ, കൺകറന്റ് ലിസ്റ്റിലേക്ക് ഒരു 5 ഐറ്റം മാറ്റിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, വൈൽഡ് ആനിമൽസ്, ഫോറസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ. ഈ 5 സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് അഡ്മിനിസ്ട്രേഷൻ, വൈൽഡ് ആനിമൽസ്, ഫോറസ്റ്റ്, എഡ്യൂക്കേഷൻ, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. പിന്നെ ഈ 42nd അമെൻമെന്റ് ആക്ട് ഉപയോഗിച്ച് തന്നെയാണ് എന്ത് ചെയ്തത്? ഈ പറഞ്ഞ പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങൾ അല്ലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ക്യാബിനറ്റ് അഡ്വൈസർ കൂടി പ്രസിഡന്റ് ആക്ട് ചെയ്യണമെന്ന് പറയുന്നത് 42nd അമെൻമെന്റ് ആക്ട് ഉപയോഗിച്ച് അന്ന് വന്ന പ്രോപ്പർ ഐഡിയ അനുസരിച്ചാണ് അതും ചെയ്തിരിക്കുന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക. പിന്നെ DPSP ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തിട്ടുണ്ട്. 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു. 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തതാണ് ഈ 86th ആണ് 2002. റൈറ്റ് ടു എഡ്യൂക്കേഷൻ to the children in 6 to 14 years of age. Right to education have to be given to this child. അത് ഈ പറഞ്ഞ 86th ആണ്. 44th നിങ്ങൾക്കറിയാം റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന 44th ആണ്. പിന്നെ 44th തന്നെ സ്റ്റേറ്റ് ടു മിനിമൈസ് ഇൻഇക്വാളിറ്റീസ് ഒരു DPSP ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ടു മിനിമൈസ് ഇൻഇക്വാളിറ്റീസ് 44th അമെൻമെന്റ് ആക്ടിൽ ചെയ്തിട്ടുണ്ട്. ഫ്രീ ലീഗൽ എയ്ഡ് ടു പുവർ പീപ്പിൾ, ടു സെക്യൂർ ദ ഹെൽത്തി ഡെവലപ്മെന്റ് ഓഫ് എ ചിൽഡ്രൻ. ഇതൊക്കെ എന്ത് ചെയ്ത് 42nd അമെൻമെന്റ് ആക്ട് ചെയ്തിട്ടുണ്ട്. 42nd അമെൻമെന്റ് കുറെ അമെൻമെന്റുകൾ ചെയ്തിട്ടുണ്ട്. 42nd ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. 42nd ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അറിയപ്പെടും. ഈ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ച കുറെ കാര്യങ്ങൾ 1976 നടക്കുന്നത്. 1978 44th അമെൻഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ മാറ്റി വെക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് അന്ന് എന്ത് ചെയ്തത്? ഈ 44th കൊണ്ടുവന്നത്. ഇതാണ് അതിന്റെ ഒരു ബ്രീഫ് ഐഡിയ. ദെൻ നമ്മൾ നേരത്തെ പഠിച്ചാണ് എലക്ഷൻ ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യസ് ഡിക്ലെയർ വോയിഡ്. ഇത് കുറച്ച് കൃത്യമായിട്ട് വായിച്ച മനസ്സിലാവും. അതായത് പ്രസിഡന്റ് ഇലക്ഷൻ സമയത്ത് പ്രസിഡന്റിനെ എലക്ട് ചെയ്യപ്പെടുന്നു. എലക്ട് ചെയ്തതിന് ശേഷം സുപ്രീം കോടതി പറയുകയാണ് ഈ ഒരു ഇലക്ഷൻ എന്ത് ചെയ്യാൻ നള്ളിഫൈ ചെയ്യുകയാണ്, ഇത് തെറ്റാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ഇലക്ഷൻ അസാധുവാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ എടുത്ത തീരുമാനങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യും? അസാധുവാകുമോ ഇല്ലയോ എന്നുള്ളത്. അസാധു ആവൂല. പെർഫോമൻസ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ് ഓർ ഓഫീസ് ഓഫ് പ്രസിഡന്റ് ബിഫോർ ദി ഡേറ്റ് ഓഫ് ഡിസംബർ ഇൻവാലിഡ് ആവോ? ഇൻവാലിഡ് ആവൂല. എപ്പം ഇൻവാലിഡ് ആവും? അതുവരെ ഉള്ളത് അന്ന് തന്നെ നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് തെറ്റാം. ഇലക്ഷൻ ടു ദ പോസ്റ്റ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ബി പോസ്റ്റ്പോണ്ടഡ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ്, അതായത് ഏതെങ്കിലും രീതിയിൽ സ്റ്റേറ്റ് ഇലക്ഷൻ പ്രസിഡന്റ് നടക്കും. ചില ലേജിസ്ലേറ്റീവ് അസംബ്ലികൾ ഇല്ല അവിടെ, ചില ലേജിസ്ലേറ്റീവ് അസംബ്ലി അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റിന്റെ ഇലക്ഷൻ മാറ്റി വെക്കൂല. ഇവിടെ പറയുന്നുണ്ട് മാറ്റി വെക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാൻ ബി പോസ്റ്റ്പോണ്ട് ഓൺ ദി ഗ്രൗണ്ട് ദാറ്റ് ഒരിക്കലും ഇല്ല, അതും തെറ്റാണ്. ഇനി when a bill is presented to the president of India, constitution prescribe time limit on which he or she declare his assent. ഏതെങ്കിലും രീതി പറയുന്നുണ്ട്. അതായത് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു? ഈ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ബില്ല് ഇൻട്രൊഡ്യൂസ് സമയത്ത് ഈ ഒരു പ്രസിഡന്റ് എന്ത് ചെയ്യണം? അസെന്റ് കൊടുക്കണം. അസെന്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ഇത്ര സമയം ഞാൻ 1 മണിക്കൂറിനുള്ളിൽ തരാം, അല്ലെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ തരണം എന്നൊരിക്കലും പറയുന്നില്ല. പ്രസിഡന്റ് 3 പവർ ഉണ്ട് അതിൽ. വീറ്റോ പവർ വേറെയാണ്. അല്ലാതെ ഒരു ബില്ല് വരുമ്പോൾ അസെന്റ് കൊടുക്കാം, ആ ബില്ലിനെ വിത്ത് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? റെക്കമെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ബേസിക്കലി എന്ത് ചെയ്യും? ബില്ല് നേരെ റീകൺസിഡറേഷന് വിടാം. അതായത് ഒരു ബില്ല് വരുന്നു, ലോകസഭ പാസ്സാവുന്നു, രാജ്യസഭ പാസ്സാവുന്നു, ബില്ല് നേരെ പ്രസിഡന്റ് അടുത്ത് പോകുന്നു, പ്രസിഡന്റ് എടുക്കുന്നു, സൈൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നു, വേണ്ട എന്നൊരു മൂടില്ല, തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുത്തു വിട്ടു. പിന്നെ അവരൊന്നും കൂടെ പാസ്സാക്കുന്നു, രാജ്യസഭ അവർ പാസ്സാക്കി പിന്നെ വിട്ടു കഴിഞ്ഞാൽ എന്ത് പറ്റും? മൂടൊന്നും നോക്കിയിട്ട് കാര്യമില്ല, സൈൻ ചെയ്ത് പറ്റും. ഇതാണ് ഓവറോൾ ബ്രീഫിംഗ് ഐഡിയ. ഇനി വൺസ് സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈസ് ഏരിയസ് എ കമ്മ്യൂണിറ്റി റിസർവ്സ്, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി റിസർവ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എൻവയോൺമെന്റ് കേസ് എടുത്താലും UPSC ബേസിൽ പൊളിറ്റിയിലും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇത് ഒന്നാമത് തെറ്റാണ്. കാരണം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഓഫ് ദി സ്റ്റേറ്റ് ബിക്കംസ് ഗവർണർ. ഒരിക്കലും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അല്ല. ഒരു ഏരിയ കമ്മ്യൂണിറ്റി റിസർവ് ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും? കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസ് ആർ ഫോംഡ്. അതായത് ബേസിക്കലി ദെയർ വിൽ ബി എ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി. ഈ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കമ്മിറ്റികളാണ് ബയോഡൈവേഴ്സിറ്റി നിങ്ങൾ ഫോം ചെയ്താൽ അവിടെ ഉണ്ട് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി. ഈ കമ്മിറ്റിക്കാണ് എന്ത് ചെയ്യുന്നത്? ഫുൾ അതോറിറ്റി ഉള്ളത്. ഇവരാണ് ഈ അതോറിറ്റി വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ തെറ്റാണ്. അവിടെ എന്താ? ഹണ്ടിങ് അലൗഡർ ആണ്. പീപ്പിൾ ക്യാൻ ഏബിൾ നോൺ ടിമ്പർ പ്രൊഡ്യൂസിങ് കാര്യങ്ങൾ. അതായത് ഒരു കമ്മ്യൂണിറ്റി ഏരിയ ആയിരിക്കും, അവർക്ക് എന്ത് അവിടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരാൾ മുമ്പോട്ട് വരുന്നു, ഒക്കെ ഞാൻ വരുന്നു, അയാൾക്ക് വോളണ്ടറി ചെയ്ത് ഗവൺമെന്റ് അനുവാദം കൊടുക്കുന്നു, ഗവർണിംഗ് അതോറിറ്റി കൊടുക്കുന്നു, അവർക്ക് ഹണ്ട് ചെയ്യാൻ വേണമെങ്കിൽ ഹണ്ട് ചെയ്യാൻ, ചെറിയ ഹണ്ട് ചെയ്യാൻ. പിന്നെ എന്ത് ചെയ്യുക? അവർക്ക് അവിടെ നോൺ ടിമ്പർ പ്രൊഡ്യൂസ്, അപ്പോൾ തേനും കാര്യങ്ങളൊക്കെ എടുക്കാം. പക്ഷെ എന്തില്ല? ട്രഡീഷണൽ അഗ്രികൾച്ചർ പ്രാക്ടീസ്, ഫോർ എക്സാമ്പിൾ ജൂം കൾട്ടിവേഷൻ പോലെ കൂട്ടിയിട്ട് കത്തിക്കണൊക്കെ പരിപാടിയുണ്ട്. സ്ലാഷ് ബേണിംഗ് ഒക്കെ നോർത്ത് ഇന്ത്യയിലേക്ക് ഉണ്ട്. അതൊന്നും അവിടെ നടക്കില്ല. അപ്പം എന്ത് ചെയ്യും? 2 and 3 ആണ്. So the following statements are correct. Only 2 statements are correct. Then ഇത് കുറച്ച് ഈസിയാണ്. ഓർഗനൈസേഷൻ ബോർഡ് നിങ്ങൾക്ക് അറിയാം. ഇതിൽ ഏകദേശം 2, 3, 4 തെറ്റാണ്. ഇത് മാത്രമാണ് ശരി. NCBs നമുക്കറിയാം എന്താണ്?
NCBC 102 അമെൻമെന്റ് ആക്ടിലൂടെ 338AB ആഡ് ചെയ്തില്ലേ? അപ്പോൾ NCBC ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ന് അറിയാം. ചോദിച്ചത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്? ഒന്നേ ഉള്ളൂ. കാരണം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ 1993 കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. നാഷണൽ ലോ കമ്മീഷൻ ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ നാഷണൽ കൺസ്യൂമർ റീഅഡ്രസൽ എന്താണ്? അതും ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതും അതാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഒരെണ്ണേ ഉള്ളൂ, NCBC ആണ്. ഇതൊക്കെ ഈസി ക്വസ്റ്റൻസ് ആണ്. ദെൻ ഇത് നമ്മൾ പഠിച്ചു. ഞാൻ മണി ബില്ല് നമ്മൾ 2024 കണ്ട് 2023 നിങ്ങളിപ്പോൾ എവിടെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും മണി ബില്ലിനെ കുറിച്ച് ചോദ്യം ഉണ്ടായിരിക്കും. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മണി ബില്ല്. അത് നിങ്ങൾ കൃത്യമായി പഠിക്കുക മണി ബില്ലിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അതിനു മുമ്പ് 2 കാര്യങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞാണ്, എന്നാലും നിങ്ങൾക്ക് പിന്നെയും ബ്രീഫ് ചെയ്ത് മനസ്സിലാക്കി തരാം. മണി ബില്ലും ഉണ്ട്, പിന്നെന്തുണ്ട്? ഫിനാൻസ് ബില്ലും ഉണ്ട്. മണി ബില്ലും ഉണ്ട്, ഫിനാൻസ് ബില്ലും ഉണ്ട്. അതായത് ബേസിക്കലി പറയുന്നത് വെച്ചാൽ ഒരു മണി ബില്ലാണോ ഫിനാൻസ് ബില്ലാണോ തീരുമാനിക്കുന്ന ആരായിരിക്കും? ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഈസ് ദ സ്പീക്കർ. സ്പീക്കർ ഡിസൈഡ്സ് വെദർ ഇറ്റ് ഈസ് എ മണി. ഒരു മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരായിരിക്കും? സ്പീക്കറാണ് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതായത് ഒരു മണി ബില്ലിന്റെ പ്രത്യേകത എന്താണ്? മണി ബില്ല് ലോകസഭയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. ലോകസഭയിൽ മാത്രം, രാജ്യസഭയിൽ പാടൂല. പാടൂല മീൻസ് പാടൂല എന്നല്ല, പറ്റില്ല. ഓക്കെ ഓക്കെ ഒന്ന്. പക്ഷെ ഫിനാൻസ് ബിൽ അങ്ങനെയല്ല. ഫിനാൻസ് ബില്ല് രാജ്യസഭയിലും ലോകസഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ ആയി. രണ്ടിനും എന്ത് ചെയ്യണം? പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ മുമ്പുള്ള പ്രസിഡന്റ് എന്ത് ചെയ്യണം? റെക്കമെൻഡേഷൻ ചെയ്തിരിക്കണം 2 പേർക്ക്. ഫിനാൻസ് ബില്ലും മണി ബില്ലും പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് പ്രസിഡന്റ് ഈസ് റിക്വയർഡ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മണി ബില്ല് ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ നോ ജോയിന്റ് സിറ്റിംഗ്. അതായത് മണി ബില്ല് രാജ്യസഭ പാസ്സാക്കിയ നോ ജോയിന്റ് സിറ്റിംഗ് ഇൻ കേസ് ഓഫ് എന്ത്? നോ ജോയിന്റ് സിറ്റിംഗ് ഇൻ കേസ് ഓഫ് ഇതിൽ നോൺ ജോയിന്റ് സിറ്റിംഗ് ആണ്. ജോയിന്റ് സിറ്റിംഗ് ഉണ്ടോ? നോ ജോയിന്റ് സിറ്റിംഗ് ഇല്ല എന്നുള്ള കാര്യം ക്ലിയർലി മനസ്സിലാക്കുക. നോ ജോയിന്റ് സിറ്റിംഗ് ഇൻ കേസ് ഓഫ് മണി ബിൽ. പക്ഷേ ഈ പറഞ്ഞ ജോയിന്റ് സിറ്റിംഗ് ഏതിലുണ്ട്? നിങ്ങൾക്ക് ജോയിന്റ് സിറ്റിംഗ് ഫിനാൻസ് ബില്ലിലുണ്ട്. ഫിനാൻസ് ബില്ലിൽ എന്തുണ്ട്? ജോയിന്റ് സിറ്റിംഗ് പോസിബിൾ ആണ്. ഇപ്പോൾ ജോയിന്റ് സിറ്റിംഗ് മണി ബില്ലില്ല, ഫിനാൻസ് ബില്ല് ജോയിന്റ് സിറ്റിംഗ് ഉണ്ട്. രാജ്യസഭയിൽ ബില്ലെത്തി, രാജ്യസഭ പാസ്സാക്കിയില്ല. രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യാം? അമെൻഡ് ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനുള്ള പവർ ഇല്ല. റാദർ ദേ ക്യാൻ മേക്ക് ഓൺലി ദി റെക്കമെൻഡേഷൻസ്. 14 ഡേയ്സ് വരെ നോക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ലോക്സഭ പാസ്സാക്കും, ബില്ല് നേരെ പോകും, അത് അസെൻഡ് കിട്ടും, പ്രസിഡന്റ് എന്ത് ചെയ്യും? ഒപ്പിടും. പക്ഷെ ഫിനാൻസ് ബിൽ അങ്ങനെയല്ല. ഇൻ കേസ് ഓഫ് ഫിനാൻസ് ബിൽ എന്ത് ചെയ്യുന്നു? രാജ്യസഭ ക്യാൻ അമെൻഡ്. രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യാം? അമെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അമെൻഡ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം, അവർക്ക് ചെയ്യാൻ. ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇത് ജോയിന്റ് സിറ്റിങ്ങിനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. ആ ഡിഫറൻസ് മനസ്സിലാക്കുക. ഇനി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. പെണ്ണൊന്ന് മാറ്റാം. When the Lok Sabha transmit finance bill to the Rajya Sabha, it can amend or reject the bill. Lok Sabha finance bill Rajya Sabha കൊടുക്കുകയാണെങ്കിൽ it can amend or reject the bill. amend ചെയ്യാൻ reject ചെയ്യാൻ പറ്റും. ഇത് ഫിനാൻസ് ബില്ലിനെ പറ്റിയാണ്. When the Lok Sabha transmit money bill to Rajya Sabha, it cannot amend or reject the bill. ഇത് ശരി, ഇത് കറക്റ്റ് ആണ്. In the case of disagreement between the Lok Sabha and Rajya Sabha, there is no joint sitting in money bill, but a joint sitting is possible in case of a finance bill. ഇതും ശരി. നമ്മൾ 2 കാര്യം പറഞ്ഞപ്പോൾ only 2 ആണ് എഴുതാം. കൃത്യം മനസ്സിലായല്ലോ? ഫിനാൻസ് ബില്ല്, മണി ബില്ല് ഡിഫറൻസ് മനസ്സിലാക്കണം. ഫിനാൻസ് ബില്ല് അണ്ടർ ആർട്ടിക്കിൾ 1110 അല്ല 1110 മണി ബില്ലും ഫിനാൻസ് ബില്ല് അണ്ടർ ആർട്ടിക്കിൾ 117 ആണ്. ഓക്കെ. Then which of the following statements is correct? Best reflects the chief purpose of the constitution. Constitution പ്രധാനപ്പെട്ട ജോലി ഇത് വായിക്കാൻ പറയാം. എന്ത് ചെയ്യാം? ചെയ്യാം. ഡിഫൈൻസ് ആൻഡ് ലിമിറ്റ്സ് ഓഫ് ദി ഗവൺമെന്റ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക്കലി ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ ഒരു പവറിനെ ലിമിറ്റ് ചെയ്യുക എന്ന് പറയും. അതായത് ഗവൺമെന്റിന് ചെയ്യുന്ന കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ്. സുപ്രീം ലോ ഓഫ് ദി ലാൻഡ്. ലോകത്ത് ഇന്ത്യയിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം, പക്ഷേ അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന എല്ലാ റൈറ്റും നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഉള്ളൂ. അത് സുപ്രീം ലോ ഓഫ് ദി ലാൻഡ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന എല്ലാ റൈറ്റും എല്ലാ ഡ്യൂട്ടീസും എല്ലാ സിറ്റിസണിനും വാങ്ങാം. അത് നമ്മുടെ ഇന്ത്യയിൽ താമസിക്കുന്ന നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിനെ ലിമിറ്റ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ്. ലിമിറ്റ്സ് ദ പവേഴ്സ് ഓഫ് ദി ഗവൺമെന്റ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്നതിൻ്റെ ഒരു കൊളോക്കിയൽ വേർഡിൽ പറയാം. ഓക്കെ. ഡ്യൂ പ്രോസസ് ഓഫ് ദി ലോ. ഈ ഡ്യൂ പ്രോസസ് ഓഫ് ദി ലോ എന്ന് പറയുമ്പോൾ ഇതിന്റെ ആൻസർ നാച്ചുറൽ ജസ്റ്റിസ് ആണ്. ഡ്യൂ പ്രോസസ് ഓഫ്, കാരണം നിങ്ങൾ പറഞ്ഞത് നേരത്തെ ഒരു ക്ലാസ്സിൽ ക്ലിയർലി ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുക. അതായത് ആ വീഡിയോയിൽ നമ്മൾ ഇക്വാളിറ്റി, റൈറ്റ് ടു ഇക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. പല ചോദ്യങ്ങളും മുമ്പും തലേതാണ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത്. റൈറ്റ് ടു ഇക്വാളിറ്റി നിങ്ങൾ കൃത്യമായി പഠിക്കാം. ആ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇക്വാളിറ്റി ബിഫോർ ദി ലോ എന്താണെന്ന് ക്ലിയർലി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ, പിന്നെ റൂൾ ഓഫ് ലോ. ഈ 3 ഐഡിയാസ് ഞാൻ ജസ്റ്റ് ബ്രീഫ് ചെയ്ത് തരാം. കാരണം ഇങ്ങനെ ചോദിക്കാം, ഈക്വാലിറ്റി ബിഫോർ ലോയിൽ വരുന്ന ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഇത് കൊടുക്കും, ഓൾ ആർ ഈക്വൽ ഇൻ ദ ഐസ് ഓഫ് ദി ലോ, നോ ഡിസ്ക്രിമിനേഷൻ, നോ സ്പെഷ്യൽ പ്രിവിലേജ്. ഇതൊക്കെ വരുന്ന ഏതിലാണ്? ഇതൊക്കെ വരുന്നത് ഇക്വാളിറ്റി ബിഫോർ ദി ലോയിലാണ്.
അതേപോലെ തന്നെ ഓൾ മീൻ ട്രീറ്റഡ് അലൈക്ക്, ലൈക്ക് ആർ ട്രീറ്റഡ് അലൈക്ക് എന്ന് ചോദിച്ചത് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അതാണ് പറയുന്നത് സിമിലർ സർക്കംസ്റ്റാൻസ് ആൾക്കാരെ ഒരുപോലെ നിലനിർത്തുക, ഒരുപോലെ ആൾക്കാരെ ഒരുപോലെ വിത്തൗട്ട് എനി ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, അത് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയിൽ വരും. നോ വൺ ഈസ് അബൌവ് ദ ലോ ആൻഡ് ആബ്സെൻസ് ഓഫ് ആർബിട്രറി റൂൾ ഓഫ് എ.വി. ഡൈസിയുടെ ഒരു ആസ്പെക്റ്റിലാണ് ഈ പറഞ്ഞ റൂൾ ഓഫ് ലോ പറയുന്നത്. ഇത് 3 പഠിക്കുക. ഇക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നമ്മൾ നേരത്തെ പഠിച്ച ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആണ്. എന്താണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ, എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്നുള്ളതാണ്. ഇപ്പം ഈ മണി ബില്ലിൻ്റെ കാര്യം നിങ്ങൾ പഠിച്ചു, മണി ബില്ലിൻ്റെ കാര്യം കൃത്യമായി പഠിക്കുക. മണി ബിൽ എന്താണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. പിന്നെ ഈ പറഞ്ഞ കാര്യം ദെൻ ഇൻ ഇന്ത്യ ഇത് ഈസിയാണ്. നമുക്ക് പ്രസൻസ് ചെയ്ത് അണ്ടറിൽ എഴുതുന്നതാണ്, സ്റ്റേറ്റ് ലിസ്റ്റ് എഴുതുന്നതാണ്. അപ്പോൾ ഡേ ടു ഡേ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആണ് നോക്കുന്നത്. ഇത് കറക്റ്റ് ആണ്. ഇൻ ഇന്ത്യ പ്രസൻസ് ആർ ഗവേണിംഗ് അണ്ടർ 1984 ആക്ട് അനുസരിച്ച് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആണ്. ഇത് കറക്റ്റ്, ഇത് ഈസി ക്വസ്റ്റൻ ആണ്. കാരണം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പ്രസൻസ്. ലിസ്റ്റുകൾ നമുക്കറിയാമല്ലോ, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്, പിന്നെ നമുക്ക് ഏതുണ്ട്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പ്രസൻസ് വരുന്നത്. അപ്പോൾ പ്രസൻസ് അത് വരുന്നതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് വരും, ഈസിയാണ്. ഇനി ഷെഡ്യൂൾ, ഇതേ ചോദ്യം നമ്മൾ വേറെ രീതി കണ്ടിട്ടുണ്ട് 2024. ഇവിടെ സ്കെഡ്യൂൾഡ് ഏരിയാസ് എങ്ങനെ വരുന്നുള്ളതാണ്. അവിടെ എന്താണ് പഠിച്ചത്, ഗവർണർ ആണ് ഒരു സ്കെഡ്യൂൾഡ് ഏരിയ റെക്കഗ്നൈസ് ചെയ്യുന്നത്. പക്ഷേ തെറ്റാണ്. നമ്മൾ പഠിച്ചത് പ്രസിഡന്റ് ആണ് ഒരു ഏരിയ റെക്കഗ്നൈസ് ചെയ്യുന്നത് സ്കെഡ്യൂൾഡ് ഏരിയ ആയിട്ട് ഗവർണറുടെ അനുവാദത്തോട് കൂടി. ആ ചോദ്യം തന്നെ നിങ്ങളോട് ചാലിച്ചു നോക്ക്. വിത്തിൻ ദ സ്റ്റേറ്റ് നോട്ടിഫിക്കേഷൻ ഓഫ് ദി ഏരിയ ഷെഡ്യൂൾഡ് ഏരിയ ടേക്സ് പ്ലേസ് ദി ഓർഡർ ഓഫ് ദി പ്രസിഡന്റ്. ഇത് ശരിയല്ലേ? ഈ ചോദ്യമല്ലേ അവരവിടെ ഗവർണറിന് മാറ്റിയിട്ട് തന്നത്. ചിന്തിച്ചു നോക്ക്. 2024 എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസിഡന്റിന്റെ സ്ഥാനത്ത് അവരെന്ത് ചെയ്തു, ഗവർണറിന് ഇട്ട് തന്നു. അതാണ് നിങ്ങളിത് പിന്നെയും പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ സോൾവ് ചെയ്യുക, അതിനുള്ള ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും. ഇന്നല്ലേ നാളെ ഞാൻ പറയുന്ന വാക്ക് ഗുണം ഉണ്ടാവും. കാരണം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യുക ദയവ് ചെയ്ത്. ഇപ്പോൾ 2015 മുതൽ മാക്സിമം നിങ്ങൾ എത്ര എന്തായാലും 2024 എക്സാം എഴുതുന്ന ആൾക്കാർ 2025 അപ്പിയർ ചെയ്യുന്ന പല സ്റ്റുഡൻസ്, അവർക്ക് വേണ്ടി കുറച്ചുകൂടെ എഫുൾ ആയിട്ട് ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്തായാലും സോൾവ് ചെയ്യുക, അല്ല അറ്റ്ലീസ്റ്റ് വീഡിയോ എങ്കിലും കണ്ട് കൃത്യമായി നോട്ടെങ്കിലും നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഗവർണറാണ് വരുന്നത് 2. അപ്പോൾ അത് ശരിയാണ്. ലാർജസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ഓഫ് ഫോം സ്കെഡ്യൂൾ ഡിസ്ട്രിക്റ്റ് ആയിട്ടും ചെറുത് എന്താണ് ബ്ലോക്ക് ആയിട്ടും. അതായത് ഈ പറഞ്ഞ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കെഡ്യൂൾഡ് ഏരിയ എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, ഡിമിനിഷ് ചെയ്യാനൊക്കെ അധികാരം പ്രസിഡന്റിനുണ്ട്. ഏതിനെ, സ്കെഡ്യൂൾഡ് ഏരിയനെ ചെയ്യാം. പക്ഷെ ഗവർണറുടെ അധികാരം എവിടെയാണ്, ഗവർണർ ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓർ ഡിമിനിഷ് ദി ഏരിയ ഓഫ് എ അഡ്വൈസറി കൗൺസിൽസ് ആണ്. അതായത് ട്രൈബൽ അഡ്വൈസറി കൗൺസിൽസ് അല്ലെ ഓട്ടോണോമസ് ഡിസ്ട്രിക്ട്. ഒറ്റ ബാക്കി പറഞ്ഞാൽ ഓട്ടോണോമസ് ഡിസ്ട്രിക്ട്സ്. ഈ ഓട്ടോണോമസ് ഡിസ്ട്രിക്ട്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരായിരിക്കും, അതായത് സ്കെഡ്യൂൾഡ് ഏരിയയ്ക്ക് അകത്ത് അവർക്ക് ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു പവർ കൊടുത്തിരിക്കുന്നതാണ് ഗവർണറാണ് നോക്കുന്നത്. കംപ്ലീറ്റ് സ്കെഡ്യൂൾഡ് ഏരിയ നോക്കുന്ന ആരായിരിക്കും, പ്രസിഡന്റ് ആയിരിക്കും. അപ്പോൾ ഇത് ശരിയാണ്. ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് കൺസേൺ സ്റ്റേറ്റ്സ് ആർ റിക്വയർഡ് ടു സബ്മിറ്റ് ആനുവൽ റിപ്പോർട്ട്സ് ഈവൻ ഹോം മിനിസ്റ്റർ ടു അഡ്മിനിസ്ട്രേഷൻ സ്കെഡ്യൂൾഡ് ഏരിയ. ഹോം മിനിസ്റ്റർ ആണ് കൊടുക്കുന്നത്, അല്ല ആർക്കാണ്, പ്രസിഡന്റ് ആണ് കൊടുക്കുന്നത്. അപ്പം 1 2 അത് ഈസിയാണ്. ദെൻ ഇത് ഈ ചോദ്യം വരും എന്നുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഈ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ആ സമയത്ത് ന്യൂസിൽ കുറേ ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് അയോധ്യയുടെ പ്രശ്നം നടക്കും. 2023 അയോധ്യയുടെ ടെമ്പിൾ നടന്ന സമയത്ത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് വാസ് ദെയർ ഇൻ ദ ന്യൂസ്. അപ്പോൾ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള കുറേ നോട്ട്സൊക്കെ അവിടെ ഇവിടെ ഞാൻ മിഷനിലും പല യൂട്യൂബ് ചാനൽസും ഒക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എഴുതാൻ പറ്റും. അൺഓതറൈസ്ഡ് വെയറിംഗ് പോലീസിൻ്റെ അല്ലാതെ പോലീസ് യൂണിഫോം ഒക്കെ വേറെ ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിനെതിരാണ്. ഇത് തെറ്റാണ്. മിസ്ലോഡിംഗ് അതർവൈസ് ഇന്റർഫെയർ പോലീസിന്റെ കാര്യങ്ങൾ മിലിറ്ററി അഫയേഴ്സ് ഡ്യൂട്ടീസ് എൻഗേജ് ചെയ്യുന്നത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് വരും. ഇത് ആംസ് ആക്ടിലും വരും. അപ്പോൾ only 2 ആണ് ഇതിൽ ആൻസർ വരുന്നത്, ബാക്കി രണ്ടും തെറ്റാണ്. ദെൻ ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതും സ്പോർട്സ് റിലേറ്റഡ് 2-3 ചോദ്യം ആ വർഷം ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഇത് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന, അതായത് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഉണ്ടായിരുന്നു. അതായത് അറൗണ്ട് 25 lakhs ആണ് അതിൻ്റെ ഒരു അവാർഡ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ആൻസർ ഇതാണ്. ഫോർ ദ മോസ്റ്റ് സ്പെക്ടാക്കുലർ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്, 4 വർഷത്തെ സ്പെക്ടാക്കുലർ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് നോക്കി അവർക്ക് കൊടുക്കുന്നതാണ് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ്. അത് അവർക്ക് കൊടുക്കുന്നതാണ്. ഇനി അർജുന അവാർഡ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് തെറ്റാണ്. ദ്രോണാചാര്യ എല്ലാവർക്കും അറിയായിരിക്കും, എന്താണ് കോച്ചസിന് കൊടുക്കുന്നതാണ് ദ്രോണാചാര്യ അവാർഡ്. രാഷ്ട്രീയ ഖേൽ പുരസ്കാർ റെക്കഗ്നൈസ് കോൺട്രിബ്യൂഷൻ വേണ്ടി സ്പോർട്സ്മാൻ ഈഫ്റ്റർ റിട്ടയർമെന്റ്, ഇതും തെറ്റാണ്. അതായത് രാഷ്ട്രീയ ഖേൽ രത്ന പ്രോത്സാഹന പുരസ്കാർ കൊടുക്കുന്ന NGOs അതുപോലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോഷൻ ഓഫ് സ്പോർട്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പ്രൊമോഷനും കാര്യങ്ങളും അവർക്ക് കൊടുക്കുന്ന രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹന പുരസ്കാർ, പ്രോത്സാഹനം കൊടുക്കുന്നു എന്നൊരു കണക്ട് ചെയ്ത് വെച്ചാലും മതി. മനസ്സിലായില്ലേ? ഓക്കെ, സോ അറൗണ്ട് ഐ തിങ്ക് 40 + 15 questions I have solved in this class. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ജോലി വേറൊന്നുമില്ല, ഈ ക്ലാസ് കാണുക, കൃത്യമായി നോട്ട് വയ്ക്കുക. അറ്റ്ലീസ്റ്റ് ഏതാണ് ടോപ്പിക്ക് പഠിക്കണമെന്നെങ്കിലും ഒന്ന് ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക, നോട്ട് എഴുതുക. ഇനി പഠിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഈ ഒരു തീമിലാണ് ചോദിക്കുന്നത്, ഇങ്ങനെയാണ് അതിൻ്റെ ഐഡിയ ഉള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ചുമ്മാ വാരി വലിച്ച് പഠിക്കില്ല ദയവ് ചെയ്ത്. ഈ ഐഡിയാസ് വെച്ച് പഠിക്കാൻ നോക്കിയാൽ നിങ്ങൾ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു എൻകറേജ്മെന്റ് കിട്ടും പഠിക്കാൻ വേണ്ടി. അല്ല ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ രാവിലെ ഇങ്ങനെ കുത്തിയിരുന്ന് വാങ്ങിയ ഒരു കാര്യമില്ല. ഒരു എൻകറേജ്മെന്റ് മോട്ടിവേഷൻ കിട്ടും. നമ്മൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ച് എടുത്തുമൊക്കെ പഠിക്കുമ്പോഴാണ്. ഞാനൊക്കെ അങ്ങനെ പഠിച്ചതുകൊണ്ടാണ് ഇന്ന് ഞാനിപ്പം എനിക്ക് ഇന്നും ആ എക്സാം എഴുതാനുള്ള ഇന്നും ഞാൻ
ഒബ്വിയസ്ലി വൺ ഡേ ഐ എം ഗോണ ക്രാക്ക് എന്ന് പറഞ്ഞ രീതി കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യം ഞാൻ അത്ര ആ ഒരു മോട്ടിവേറ്റ് ആയിട്ട് പഠിച്ചതുകൊണ്ട് മാത്രമാണ്. അല്ല ഇന്ന് ഇപ്പോൾ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്ന ഒരു ഇതുള്ളതെങ്കിൽ പോലും എന്താണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് വന്നത് ആ ഒരു രീതി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരുന്നത്. ഈ സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അത് എല്ലാം കംപ്ലീറ്റ് ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ണടച്ച് ബ്ലൈൻഡ് ഫോൾഡായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട. എന്തെങ്കിലും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചേഞ്ച് തോന്നുമെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങളത് ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. സോ ഈ പറഞ്ഞ നോട്ട്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ടെലിഗ്രാം ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്യുക, RK ടോക്സും സെർച്ച് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ കിട്ടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ താഴെ ഞാൻ കൊടുത്തിരിക്കാം. ക്ലിയർലി എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു നോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നതാണ്. നോട്ട്സും കാര്യങ്ങളും മാത്രം എല്ലാ കാര്യവും നമ്മളെ ടെലിഗ്രാമിൽ ഡിസ്കസും കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി ഈ ക്ലാസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഉപകാരപ്പെടുന്നു തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ പറഞ്ഞ 2023 നെക്സ്റ്റ് വി ആർ ഗോണ ജസ്റ്റ് സോൾവ് ഫോർ 2022 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ കൂടെ സോൾവ് ചെയ്യുന്നതാണ്. സോ ഐ തിങ്ക് ഇഫ് യു ലൈക്ക് ദോസ് ഇനിഷ്യേറ്റീവ് പ്ലീസ് സബ്സ്ക്രൈബ് ദ യൂട്യൂബ് ചാനൽ. വേറെ റിലേറ്റഡ് കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഉടനടി ക്ലാസ്സിൽ വരുന്നുണ്ട്. സോ താങ്ക് യു.